ദിവസമെങ്കിൽ ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങണം. നമ്മളെ ചിരിപ്പിക്കാൻ ജീവിതകാലം മുഴുവൻ ശ്രമിച്ച ഒരാൾ ഇന്ന് നമ്മളെ കരയിച്ചുകൊണ്ട് കടന്നുപോയിരിക്കുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ കോട്ട് ചെയ്ത സിനിമാ ഡയലോഗ് അത് ആരുടേതായിരുന്നു? അറിയാതെ തന്നെ അത് സലീം കുമാറിൻ്റെതായിരുന്നു. കാരണം മലയാളികൾക്ക് കോമഡി കാണാൻ സിനിമ തന്നെ വേണമെന്നില്ല. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് മതി, ഒരു ട്രോൾ പേജ് മതി, കൂട്ടുകാരോടൊപ്പമുള്ള ഒരു ഗ്യാതറിങ് മതി. അവിടെയെല്ലാം എവിടെയെങ്കിലും സലീം കുമാർ ഉണ്ടായിരുന്നു. പുലിവാൽ കല്യാണത്തിലെ മണവാളനും, CID മൂസയിലെ ഭ്രാന്തനും, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്ററും, അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ ഓരോ മലയാളിയുടെയും ഓർമ്മകളുടെ ഭാഗമാണ്. ഒരു കാലത്ത് നമ്മൾ അദ്ദേഹത്തെ കണ്ടാൽ ചിരിച്ചിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് നമ്മൾ ചിരിച്ചത് ഒരു കൊമേഡിയനെ കണ്ടായിരുന്നില്ല, പകരം ഒരു ജീനിയസിനെ കണ്ടായിരുന്നു എന്ന്. കാരണം നമ്മുടെ വയറ് വേദനിക്കുന്നത് വരെ ചിരിപ്പിച്ച ആ മനുഷ്യൻ പിന്നീടൊരിക്കൽ ഹൃദയം പൊട്ടും വിധം കരയിപ്പിച്ചു. ആദാമിൻ്റെ മകൻ അബുവിലൂടെ. ആ കഥാപാത്രം അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരവും നേടിക്കൊടുത്തു. മലയാള സിനിമയിൽ ഒരുപാട് ആളുകൾ നമ്മളെ കരയിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളെ നമ്മളെ ചിരിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ചിരിപ്പിക്കുകയും കരയിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്തവർ വളരെ കുറവാണ്. ഇനിയൊരു സലീം കുമാർ സീൻ കാണുമ്പോൾ നമ്മൾ ചിരിക്കുമോ അതോ കരയോ അറിയില്ല. പക്ഷേ എക്കാലവും നമ്മൾ മറക്കില്ല. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.